بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ ലോക മുസ്ലിങ്ങളെ, വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി ഈ വിശുദ്ധ നഗരത്തിലെത്തിയിട്ടുള്ള ഹാജിമാരെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ അനുഗ്രഹമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ ദീനിൻ്റെ ആളുകളാകാൻ സാധിച്ചു എന്നതാണ് ആ അനുഗ്രഹത്തിൽ ഏറ്റവും സുപ്രധാനമായി ഞാൻ കാണുന്നത്. ഈ ദീൻ കൊണ്ട് അല്ലാഹു നമുക്ക് ഹിദായത്ത് നൽകി. ഈ ദീൻ എന്ന് പറയുന്നത് ദീനുൽ ഫിത്രയാണ്, പ്രകൃതി മതമാണ്. ഫിത്രത്തല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹാ ലാ തബ്ദീല ലിഖൽഖില്ലാഹ് ദാലിക അദ്ദീനുൽ ഖയ്യിം വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച പ്രകൃതിയാണ് നമ്മുടെ മതമെന്ന് പറയുന്നത്. അതിനെ മാറ്റാൻ ആർക്കും സാധ്യമല്ല. ദാലിക അദ്ദീനുൽ ഖയ്യിം, അതാണ് യഥാർത്ഥ മതം. പക്ഷേ ഭൂരിഭാഗം ആളുകളും ഈ പ്രകൃതി മതത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല എന്നതാണ് അബദ്ധം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മനുഷ്യരെ മുഴുവൻ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ്. പിന്നീട് അവൻ്റെ സാഹചര്യമാണ്, അവൻ്റെ മാതാപിതാക്കളാണ് അവനെ മാറ്റുന്നതും ചീത്തയാക്കുന്നതുമൊക്കെ. ശുദ്ധ പ്രകൃതി എന്ന് പറയുന്നത് ഇസ്ലാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം. മാമിൻ മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഒരൊറ്റ മൗലൂദും ജനിച്ചു വരുന്ന എല്ലാവരും ജനിച്ചു വരുന്നത് ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ്. പിന്നെ എങ്ങനെ ചിലർ ജൂതനും ചിലർ ക്രിസ്ത്യാനിയും ചിലർ അഗ്നി ആരാധകരുമൊക്കെ ആയി എന്ന് ചോദിച്ചാൽ അവൻ്റെ മാതാപിതാക്കളും സാഹചര്യങ്ങളുമാണ് അതിന് കാരണം എന്ന് നമുക്ക് മനസ്സിലാകും. നാം മനസ്സിലാക്കുക, തൗഹീദ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ പ്രകൃതിയിൽ ഊട്ടപ്പെട്ട വികാരമാണ്, അനുഭവമാണ്. ഏകദൈവ വിശ്വാസം, ഒരു ഇലാഹിനെ മാത്രം ആരാധിക്കാൻ, ഒരു ഇലാഹിനെ മാത്രം അംഗീകരിക്കുന്ന, ഒരു ഇലാഹിനോട് മാത്രം ദുആ ചെയ്യുന്ന ഒരു സമൂഹം. ആ തൗഹീദ്, അതാണല്ലോ തൗഹീദ് എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ പ്രകൃതി മനുഷ്യനിലുള്ള ഒന്നാണ്. ഷിർക്കാണ്, അഥവാ തൗഹീദിൻ്റെ വിരുദ്ധമായ ഷിർക്കാണ് മനുഷ്യൻ കടത്തിക്കൂട്ടി കൊണ്ടുവന്നിട്ടുള്ളത്. അതാണ് ഷിർക്കാണ് യഥാർത്ഥത്തിൽ പുതിയത്. തൗഹീദ് പഴയതാണ്. അതിന് വളരെ കൃത്യമായ തെളിവ് വിശുദ്ധ ഖുർആനിലുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മുശ്രിക്കീങ്ങളുടെ ഇഖ്ലാസ്, പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ മുശ്രിക്കീങ്ങൾ നടത്തിയിരുന്ന പ്രാർത്ഥനയുടെ ഇഖ്ലാസ് അതിന് തെളിവാണ്. മുസ്ലിമീങ്ങളല്ല, മുശ്രിക്കുകൾ, അള്ളാഹുവിൽ പങ്കു ചേർത്തിരുന്ന മുശ്രിക്കുകൾ, വിഗ്രഹാരാധനകൾ നടത്തിയിരുന്ന മുശ്രിക്കുകൾ, അവരാപത്ത് വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, ഏതെങ്കിലും പ്രതിബന്ധങ്ങൾ വരുമ്പോൾ അവരുടെ സ്വഭാവം എന്തായിരുന്നു എന്ന് പരിശോധിച്ചാൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകും ശുദ്ധ പ്രകൃതി തൗഹീദാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. വഇദാ റകിബൂ ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവർ കപ്പലിൽ കയറിയാൽ ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കും. കാരണം കപ്പലിൽ കോള് വരാം, കാറ്റ് വരാം, കപ്പൽ മുങ്ങാം. അവർക്കറിയാം അവരുടെ മനസ്സിൽ, അവരുടെ ശരീരത്തിൽ ഊട്ടപ്പെട്ട വികാരം തൗഹീദാണ്, അള്ളാഹു എന്നതാണ്. പക്ഷേ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഇദാ ഹും യുശ്രികൂൻ, കരയിലേക്ക് രക്ഷപ്പെട്ടാലോ അവർ ഷിർക്ക് ചെയ്യുന്നവരായി മാറുകയും ചെയ്യും. ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കുക, മുസീബത്തുകളും അത്യാപത്തുകളും വരുമ്പോൾ മുശ്രിക്കുകൾ പോലും അള്ളാഹു എന്നതല്ലാത്ത ചിന്ത മുശ്രിക്കുകളുടെ പോലും മനസ്സിൽ വരുന്നില്ല. മറ്റൊരു ചിന്ത, അള്ളാഹു എന്നല്ലാത്ത ഒരു ചിന്ത വരിക എന്നത് തീർത്തും അബദ്ധമാണ് എന്ന് നാം മനസ്സിലാക്കുക. സഹോദരങ്ങളെ, ഒന്നുകൂടി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മനുഷ്യ സമൂഹത്തെ അവർ സൃഷ്ടിച്ചതുപോലെ വിട്ടേച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? സൃഷ്ടിച്ചതുപോലെ അവരെ വിട്ടേച്ചാൽ, യാതൊരു കൈകടത്തലുകളുമില്ലാതെ, ഏതെങ്കിലും ആദർശത്തിൻ്റെ ആളുകൾ അവരെ സമീപിക്കാതെ ശുദ്ധ പ്രകൃതിയോടുകൂടി അവരെ വിട്ടാൽ എല്ലാവരും പ്രവാചകന്മാർക്ക് ഉത്തരം നൽകുമായിരുന്നു, പ്രവാചകന്മാരുടെ പ്രബോധനം അവർ സ്വീകരിക്കുമായിരുന്നു. കാരണം അല്ലാഹു തആല ഖുദ്സിയായ ഒരു ഹദീസിൽ പഠിപ്പിക്കുന്നത്, ഖലഖ്തു ഇബാദി ഹുനഫാ, എൻ്റെ അടിമകളെ മുഴുവൻ ഞാൻ ഹുനഫാകളായാണ് സൃഷ്ടിച്ചത്. ഹനീഫ് എന്നതിൻ്റെ ബഹുവചനമാണല്ലോ ഹുനഫാ, നേർക്ക് നേരെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന വിഭാഗം
ഭാഗമായാണ് എൻ്റെ അടിമകളെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷേ പിന്നീട് ഫജാഅത്തുഹുമുശ്ശയാത്തീൻ, ശൈത്താനുകൾ അവരിലേക്ക് കടന്നു വരികയാണ് ഉണ്ടായത്. ആ ശൈത്താനുകളാണ്, പിശാചുക്കളാണ് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ അവരെ വഴിപഴപ്പിച്ചത് എന്ന് നാം മനസ്സിലാക്കണം. അഥവാ അവർ ജനിച്ചത് ഹനീഫായാണ്, ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ്, അള്ളാഹുവിനെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ടാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന രൂപത്തിലാണ് അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്. ചുരുക്കത്തിൽ ഈ ദീനെന്ന് പറയുന്നത് പ്രകൃതി മതമാണ്, പ്രകൃതിയുടെ മതമാണ്, ഫിത്രത്തിലുള്ള മതമാണ്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കുക, ഈ ദീനിൻ്റെ ലക്ഷ്യം മനുഷ്യ സമൂഹത്തെ സേവിക്കുക എന്നതാണ്. മനുഷ്യ സമൂഹത്തെ സേവിക്കുക എന്നതാണ് ദീനിൻ്റെ ലക്ഷ്യം എന്ന് നമുക്ക് ദീനിൻ്റെ നിയമ നടപടികളിൽ നിന്ന് തീർച്ചയായും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മനുഷ്യ സേവനമെന്ന വലിയ ഒരു പ്രവർത്തനം, ആ പ്രവർത്തനത്തിന് അനുഗുണമായ രൂപത്തിലാണ് ഇസ്ലാമിക സാഹോദര്യ ബന്ധമുണ്ടാക്കിയിട്ടുള്ളത്. ഇസ്ലാമിക സാഹോദര്യം ബന്ധമെന്ന് പറയുന്നത് തറവാടിൻ്റെ ബന്ധമല്ല, കുടുംബത്തിൻ്റെ ബന്ധമല്ല, ദീൻ എന്ന ബന്ധമാണ്. മുഅ്മിനുകൾ, മുസ്ലിമീങ്ങൾ പരസ്പരം സഹോദരങ്ങളാണെന്ന് പറയുമ്പോൾ അവർ ഒരു രക്തത്തിലുള്ളവരല്ല, ഒരു ഉപ്പയുടെയും ഉമ്മയുടെയും മക്കളല്ല. എന്നിട്ട് പോലും നാം മനസ്സിലാക്കേണ്ടത് സേവനം മുഖമുദ്രയാണ് ദീനിൻ്റെ എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു സാഹോദര്യ സംവിധാനം ഇസ്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ഹാജിമാരെ, ലോക മുസ്ലിങ്ങളെ, നാം മനസ്സിലാക്കുക, നമ്മുടെ ദീനെന്ന് പറഞ്ഞാൽ ദീനുൽ കമാലി വശമൂൽ, സമ്പൂർണമായ മതമാണ്. ഒരു കുറവും ഒരു ന്യൂനതയും നമ്മുടെ ദീനിനില്ല. മനുഷ്യ സമൂഹത്തിന് ആവശ്യമായതെല്ലാം ദീൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ മതത്തിലാവശ്യമുള്ള, ദുനിയാവിലാവശ്യമുള്ള ഇബാദത്തുകളാണെങ്കിൽ അങ്ങനെ, വിനിമയങ്ങളാണെങ്കിൽ അങ്ങനെ, ബിസിനസ്സിനാണെങ്കിൽ അങ്ങനെ, എല്ലാ കാര്യങ്ങളും വിശുദ്ധ ദീനിലുണ്ട്. ദീൻ സമ്പൂർണ്ണമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മനുഷ്യന് അവൻ്റെ അവകാശങ്ങൾ സ്ഥാപിച്ച് കിട്ടാൻ ആവശ്യമായ അടിസ്ഥാന തത്വങ്ങൾ പോലും ദീൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ദീനിൻ്റെ നിയമങ്ങളാകട്ടെ സമ്പൂർണവും നീതിപരവുമാണ്. ആ ദീൻ പടുത്തുയർത്തപ്പെട്ടതാകട്ടെ സുരക്ഷിതമായ അഖീദയുടെ, വിശ്വാസത്തിൻ്റെ നെടുന്തൂണുകളിലാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കുക, ശുദ്ധ പ്രകൃതിയുമായി സമ്പൂർണമായി യോജിക്കുന്നതാണ് നമ്മുടെ ദീൻ എന്ന്. ഒരു കാര്യം നമ്മളെല്ലാവരും ഓർക്കുക, ശുദ്ധ പ്രകൃതിയുമായി ഈ ദീൻ യോജിക്കുന്നത് എവിടെയൊക്കെയാണ് എന്ന് നാം മനസ്സിലാക്കണം. ഒരു കാര്യത്തിലും ശുദ്ധ പ്രകൃതിയുമായി ദീൻ തടസ്സമാകുന്നില്ല, ദീനിന് ഭിന്ന സ്വഭാവം വരുന്നില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഫിത്രത്തിൽ യോജിച്ചു എന്നതിൻ്റെ ലക്ഷണമാണ് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ദീൻ കൽപ്പിക്കുന്നു എന്നത്. കാരണം അള്ളാഹുവാണ് സിട്ടാവ് എന്ന് ജനിച്ചു വരുന്ന എല്ലാറ്റിനും അറിയാം. അതുകൊണ്ട് ആ ജനിപ്പിച്ച സിട്ടാവിനെ ആരാധിക്കണം, സൃഷ്ടിച്ച സിട്ടാവിനെ ആരാധിക്കണം എന്നതാണ് ഏറ്റവും സുപ്രധാനമായ പ്രകൃതിപരമായ രേഖ. അള്ളാഹ് പഠിപ്പിച്ചല്ലോ, ദാലികുമുല്ലാഹു റബ്ബുക്കും ഖാലിഖു കുല്ലി ഷൈ ലാ ഇലാഹ ഇല്ലാഹു ഫഅബ്ദൂഹു. അവനാണ് അള്ളാഹു, എല്ലാറ്റിനെയും സൃഷ്ടിച്ചവൻ, അവനല്ലാതെ ആരാധ്യനില്ല, അവനെ തന്നെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ആ ഒരു രൂപത്തിലാണ് ദീനിൻ്റെ പ്രകൃതി തത്വത്തെ നാം മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിൻ്റെ നേരെ വിപരീതം ചിന്തിച്ചു നോക്കൂ. തൗഹീദിൻ്റെ നേരെ വിപരീതം എന്താണ്? ഷിർക്കാണ്. ആ ഷിർക്ക് ശുദ്ധ പ്രകൃതിക്ക് വിരുദ്ധമാണ്. ശുദ്ധ പ്രകൃതി സൃഷ്ടാവിനെ ആരാധിക്കണമെന്ന് പറയുമ്പോൾ ഷിർക്ക് പറയുന്നത് സൃഷ്ടികളെ ആരാധിക്കണമെന്നാണ്. പക്ഷേ ഇസ്ലാം കണിശമായി പഠിപ്പിച്ചു, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം, യാതൊന്നുകൊണ്ടും നിങ്ങൾ ശിർക്ക് ചെയ്യരുത്. നാം ഇവിടെ ഓർക്കേണ്ട ഗൗരവമുള്ള ഒരു വിഷയമുണ്ട് സഹോദരങ്ങളെ. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുമ്പോൾ മറ്റാരെങ്കിലും ആ ഇബാദത്തിൽ പങ്കുചേർക്കുക എന്നത് നമുക്കൊരിക്കലും ഭൂഷണമല്ല. നാം ഒരിക്കലും അങ്ങനെ വിചാരിച്ചുകൂടാ. ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ, ഏതെങ്കിലും ഒരു പ്രദേശത്ത് അല്ലാത്ത ആരെങ്കിലും നമ്മെ സഹായിക്കുമെന്ന ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയേ വേണ്ട. ഒരു മനുഷ്യനെ വിട്ടുപോലും ഒരു വിജനമായ പ്രദേശത്തോ സ്ഥലത്തോ സഹായിക്കപ്പെടുന്നുവെങ്കിൽ അത് അള്ളാഹുവിൻ്റെ സഹായമാണ് എന്ന് നാം ഓർക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓർക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസത്തിൽ തൗഹീദ് കഴിഞ്ഞാൽ ഒരുപാട് അദൃശ്യമായ വിശ്വാസങ്ങളെ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ ദീനിൻ്റെ അടിസ്ഥാന ഘടകങ്ങളാണ് അത്. വിശേഷിച്ചും മലക്കുകളിലുള്ള വിശ്വാസം നമുക്കറിയാം, ഗൈബിയാണ് ആ വിശ്വാസം. മലക്കുകൾ ഗൈബിയായ അദൃശ്യ സൃഷ്ടികളാണ്. ഇന്ന അലൈക്കും
ലഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. അല്ലാഹു പഠിപ്പിക്കുകയാണ്, നിങ്ങളെ ശ്രദ്ധിക്കാൻ മലക്കുകളുണ്ട്, അവർ രേഖപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അവരറിയും, അവർ രേഖപ്പെടുത്തും. ഇങ്ങനെയൊക്കെയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അത് കഴിഞ്ഞാൽ പ്രവാചകന്മാരിൽ നാം വിശ്വസിക്കണം. അത് നമ്മുടെ ദീനിന്റെ വിശ്വാസത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ആദം മുതൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള എല്ലാ പ്രവാചകന്മാരിലും നാം വിശ്വസിക്കണം. അതുപോലെ അള്ളാഹു വേദഗ്രന്ഥങ്ങളായി ഇറക്കിയതിലൊക്കെ നാം വിശ്വസിക്കണം. മുഹമ്മദ് മുസ്തഫ തങ്ങൾക്കിറക്കിയ വിശുദ്ധ ഖുർആൻ നമ്മുടെ വേദഗ്രന്ഥമാണല്ലോ. മുഹമ്മദ് നബി അവസാനത്തെ പ്രവാചകനാണ്. മുഹമ്മദ് നബിയുടെ ശരീഅത്ത് അവസാനത്തെ ശരീഅത്താണ്. അത് ഖുർആൻ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രവാചകന്മാരിലുള്ള വിശ്വാസം പോലെ, പ്രവാചകന്മാർക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം പോലെ പരമപ്രധാനമാണ് പരലോകത്തിലുള്ള വിശ്വാസം. എന്താണ് പരലോകത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്? പരലോക വിശ്വാസം വളരെ പ്രധാനമാണ്. എവിടെ നിന്ന് ആരംഭിക്കുന്നു? അത് മരണത്തോടുകൂടി ആരംഭിക്കുന്നു. മരണം, അതിനുശേഷമുള്ള എല്ലാ പ്രക്രിയകളും, ഖബറിലെ ജീവിതം, ബർസഖിലെ ജീവിതം, ഹിസാബ്, ജസാ, സിറാത്ത് എന്ന പാലം തുടങ്ങി സ്വർഗം, നരകം, സ്വർഗത്തിലുള്ള അനുഭവങ്ങൾ, നരകത്തിലുള്ള, ഇതൊക്കെ എന്താണ്? ഇതെല്ലാം ആഖിറത്തുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊക്കെ നമ്മൾ വിശ്വസിക്കണം. ഇതൊക്കെ വിശ്വസിക്കുക എന്നത് പ്രകൃതിപരമായ ദീനിൻ്റെ അടിസ്ഥാനമായ കാര്യമാണ്. അതുകൊണ്ടാണ് വിശ്വാസ കാര്യങ്ങളിൽ അടിസ്ഥാന കാര്യമായി ഇതിനെ അള്ളാഹു പരിഗണിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന മതമായി ലോകത്ത് ഈ ദീനല്ലാതെ വേറെയില്ല. അതാണതിലെ അത്ഭുതം. എന്തുകൊണ്ടാണത്? ഇതാണ് യഥാർത്ഥ ദീൻ എന്നതുകൊണ്ടാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകാര്യോഗ്യമായ മതം അത് ഇസ്ലാം തന്നെയാണ്. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, നമ്മുടെ ദീൻ എന്ന് പറയുന്നത് യഥാർത്ഥ ദീനാണ്. നമ്മുടെ ദീൻ എന്ന് പറയുന്നത് ഋജുവായ ദീനാണ്, നേർക്കുനേരെയുള്ള ദീൻ. അതിൽ വളച്ചുകെട്ടലുകളില്ല. അതുകൊണ്ടാണ് ആ ദീൻ ഈ രൂപത്തിൽ വളരുന്നതും വികസിക്കുന്നതും. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ദീനിൻ്റെ പ്രത്യേകത. ദീൻ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തിന് മാത്രമല്ല പ്രാധാന്യം നൽകുന്നത്. മനുഷ്യൻ്റെ ആത്മീയമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതോടൊപ്പം തന്നെ ഭൗതികമായ കാര്യങ്ങൾക്കും ഇസ്ലാം പ്രാധാന്യം നൽകുന്നു. ഭൗതികമായ കാര്യങ്ങളെ അവഗണിക്കുകയും ആത്മീയമായ കാര്യങ്ങളെ മാത്രം പരിഗണിക്കുകയും ചെയ്യുന്ന ഒരാദർശമല്ല, ഒരു മതമല്ല ദീനെന്ന് പറയുന്നത്. മതമെന്ന് പറയുമ്പോൾ പലപ്പോഴും പലരും അങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട്. അതൊരിക്കലും ശരിയല്ല. അള്ളാഹു നമുക്ക് ഇബാദത്തുകൾ നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. എന്തിനാണ് ആ ഇബാദത്തുകൾ? ഇബാദത്തുകൾ അള്ളാഹുവിലേക്ക് സാമീപ്യം ലഭിക്കാൻ വേണ്ടിയുള്ളതാണ്. അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നതാണ് ഇബാദത്തുകൾ എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഇബാദത്തുകളിൽ അതിപ്രധാനമായ സ്വലാത്ത്, അത് അള്ളാഹുവും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ്. ജമാഅത്തായി ആ സംഘം ചേർന്ന് ആ നമസ്കാരം നിർവഹിക്കുമ്പോൾ മനുഷ്യരുടെ മനസ്സുകളെ സംസ്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. വാഖിമിസ് സ്വലാ, എന്തിനാ നിസ്കരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത്? എന്തിനാ? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നീചമായ മോശമായ കാര്യങ്ങളിൽ നിന്ന് നമസ്കാരം തടയുമെന്നാണ് അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. നമസ്കരിക്കുമ്പോൾ സംഭവിക്കുന്നത് സംസ്കരണമാണ് എന്ന വസ്തുത. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എന്തിനാണ് തക്ബീറുകളും തസ്ബീഹുകളും ഒക്കെ? മനുഷ്യനെ ശുദ്ധീകരിക്കാനാണ്. മനുഷ്യന്റെ മനസ്സും മനുഷ്യന്റെ ചിന്തയും ഒക്കെ ശുദ്ധീകരിക്കാൻ. അലാ ബിദിക്രില്ലാഹ് തത്മഇന്നുൽ ഖുലൂബ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയുക, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഉണ്ടാകുമ്പോൾ മനസ്സിന് സമാധാനം ലഭിക്കും. ഇതല്ലേ വസ്തുത? ഇങ്ങനെയാണ് ഇസ്ലാമിലെ ഇബാദത്തുകൾ പോലും. പ്രിയപ്പെട്ട ലോക മുസ്ലിങ്ങളെ, നാം മനസ്സിലാക്കണം, നാം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സേവനം നമ്മുടെ ദീനിൻ്റെ മുഖമുദ്രയാണ്. ദരിദ്രന്മാരെ, ആവശ്യക്കാരെ, രോഗികളെ, കഷ്ടപ്പെടുന്നവരെ, നമുക്ക് ബാധ്യതയുണ്ട് അവരെ സഹായിക്കാൻ. വഫീ അംവാലിഹിം ഹഖ്ഖുൻ മഅലൂം ലിസ്സായിലി വൽ മഹ്റൂം. അവരുടെ സമ്പാദ്യത്തിൽ, അവരുടെ സ്വത്തിൽ നിശ്ചിതമായ ഒരു അവകാശമുണ്ട്. ചോദിച്ചു വരുന്നവന് കൊടുക്കണം. അള്ളാഹുവിൻ്റെ കൽപ്പനയാണത്. അതുപോലെ തന്നെ മഹ്റൂമായവന് കൊടുക്കണം. മഹ്റൂം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തവനാണ്, അവന് കൊടുക്കണം. ചിന്തിച്ചു നോക്കൂ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഈ രൂപത്തിൽ ചെലവഴിക്കുന്നവർക്ക് വിശാലമായ ഉപമകൾ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നത് നമുക്കെല്ലാവർക്കും അറിയാം.
ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ദീൻ ഈ രൂപത്തിൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ്, മനുഷ്യ പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ്, ഒട്ടി നിൽക്കുന്നതാണ് നമ്മുടെ മതമെന്ന് പറയുന്നത്. മനുഷ്യ ജീവിതത്തെ മതത്തിൽ നിന്നോ മതത്തെ മനുഷ്യ ജീവിതത്തിൽ നിന്നോ പൊളിച്ചു മാറ്റാൻ ആർക്കും സാധ്യമല്ല. അതുപോലെ തന്നെ നമ്മുടെ മതം നാം മനസ്സിലാക്കണം. നമ്മുടെ മതത്തിൻ്റെ സവിശേഷത എന്താണ്? അത് ലഘൂകരണമാണ്, എളുപ്പമാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ലഘുവാക്കി തരാനാണ്, നിങ്ങൾക്ക് എളുപ്പമാക്കി തരാനാണ്. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ദുർബലനായിട്ടല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ലഘുവാക്കുക, എളുപ്പമാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പല പ്രാവശ്യം ആവശ്യപ്പെട്ടു, ബശ്ശിറു വലാ തുനഫിറു, യസ്സിറു വലാ തുഅസ്സിറു. നിങ്ങൾ ബശ്ശിറു, നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കേണ്ടവരാണ്, സുവിശേഷം അറിയിക്കേണ്ടവരാണ്. മുഅ്മിനുകൾ, മുസ്ലിമുകൾ എന്ന് പറഞ്ഞാൽ വെറുപ്പിക്കേണ്ടവരല്ല, എളുപ്പമാക്കേണ്ടവരാണ്. നിങ്ങൾ എളുപ്പമാക്കൂ, വെറുപ്പിക്കരുത്, എളുപ്പമാക്കൂ, നിങ്ങൾ പ്രയാസമാക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം വർണ്ണിക്കുന്നിടത്ത് പറയുന്നു, മാ ഖയ്യറ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന അംറൈൻ ഇല്ല ഇഖ്താറ ഐസർഹുമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രണ്ട് കാര്യങ്ങളെ തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ടായാൽ, അധികാരമുണ്ടായാൽ, ആ രണ്ട് കാര്യങ്ങളിൽ നിന്ന് നബി തിരഞ്ഞെടുക്കുക ഏറ്റവും എളുപ്പമുള്ളതായിരിക്കും. കാരണം ദീൻ അങ്ങനെയാണ്, ദീൻ എളുപ്പമാണ്. ദീനിൻ്റെ ശരീഅത്ത് എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനം തന്നെ ലഘൂകരണമാണ്, എളുപ്പമാണ്, പ്രയാസമല്ല, ആരെയും ബുദ്ധിമുട്ടിക്കുക ദീനിൻ്റെ ലക്ഷ്യമല്ല. പലരും അങ്ങനെയാണ് ധരിച്ചു വച്ചിട്ടുള്ളത്. മതമെന്ന് പറയുന്നത് കുറച്ച് കടുപ്പമാണ്, മതമെന്ന് പറയുന്നത് കുറച്ച് പ്രയാസമാണ്, മതമനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇപ്പോൾ ഉദാഹരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് തയമ്മും ശരീഅത്താക്കി. തയമ്മും എന്താണ്? വെള്ളമില്ലാത്തപ്പോൾ ശുദ്ധീകരിക്കാനുള്ള പ്രക്രിയയാണ് തയമ്മും എന്ന് പറയുന്നത്. വെള്ളമില്ല, മനുഷ്യൻ എന്ത് ചെയ്യണം? ഇബാദത്ത് ചെയ്യണം, ശുദ്ധിയാകണ്ടേ, ആകണം. സംവിധാനമൊരുക്കിയിട്ട് അള്ളാഹ് എന്താ പറഞ്ഞ വാചകം? മാ യുരീദുല്ലാഹു അൻ യജഅല അലൈക്കും മിൻ ഹറജിൻ വലാകിൻ യുരീദു അൻ യുതഹിറക്കും വയുതിമ്മ നിഅമതഹു അലൈക്കും. നിങ്ങൾ മനസ്സിലാക്കണം, തയമ്മുമിനെ കുറിച്ച് പറഞ്ഞ ശേഷം പറയുന്നത് അള്ളാഹു നിങ്ങൾക്ക് പ്രയാസം ഉദ്ദേശിക്കുന്നില്ല, അള്ളാഹു നിങ്ങളെ കഷ്ടപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അള്ളാഹു നിങ്ങൾ തയമ്മും ചെയ്യണമെന്ന് പറയുമ്പോൾ, വെള്ളം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ തയമ്മും ചെയ്യണമെന്ന് പറയുമ്പോൾ അള്ളാഹു എന്താ ഉദ്ദേശിക്കുന്നത്? യുരീദു അൻ യുതഹിറക്കും, നിങ്ങളെ ശുദ്ധിയാക്കണം, വൃത്തിയാക്കണം. അങ്ങനെ അള്ളാഹുവിൻ്റെ നിഅമത്ത് നിങ്ങൾക്ക് പൂർത്തിയാക്കി തരണം എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നോമ്പ് നിർബന്ധമാക്കിയെടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. നോമ്പെന്ന് പറയുന്നത് മനുഷ്യന് പ്രയാസമുണ്ടാക്കാനല്ല. നോമ്പിനെ കുറിച്ച് പറഞ്ഞ ശേഷം അള്ളാഹു പഠിപ്പിക്കുന്നത് യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര. അള്ളാഹു ഇതുകൊണ്ട് നിങ്ങൾക്ക് ലഘൂകരണമാണ് ഉദ്ദേശിക്കുന്നത്, അള്ളാഹു നിങ്ങളെ പ്രയാസപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മനുഷ്യന് ദോഷമുള്ള എല്ലാം ഇസ്ലാം ഹറാമാക്കുകയാണ് ചെയ്തത്. അതാണ് ഇസ്ലാമിൻ്റെ സവിശേഷത. മനുഷ്യന് ഉപകാരമില്ലാത്ത, ഉപദ്രവമുണ്ടാക്കുന്ന എല്ലാറ്റിനെയും ഇസ്ലാം ഹറാം എന്ന ഗണത്തിലാണ് പെടുത്തിയത്. ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈതതു വദ്ദമു വലഹ്മുൽ ഖിൻസീരി വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അങ്ങനെ പരിശോധിച്ചാൽ വിശുദ്ധ ഖുർആൻ ഹറാമാക്കിയ ഒരുപാട് ഭക്ഷണങ്ങളുണ്ട്, വിശുദ്ധ ഖുർആൻ ഹറാമാക്കിയ ഒരുപാട് നടപടികളുണ്ട്, വിശുദ്ധ ഖുർആൻ ഹറാമാക്കിയ ഒരുപാട് സംസ്കാരങ്ങളുണ്ട്. എന്തുകൊണ്ട്? അത് മനുഷ്യ പ്രകൃതിക്ക് വിരുദ്ധമാണ്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇസ്ലാം നിങ്ങൾ അടിസ്ഥാനപരമായി മനുഷ്യനെ ശുദ്ധീകരിക്കാൻ ആവശ്യമായ, മനുഷ്യൻ്റെ ജീവിതത്തിനാവശ്യമായ അടിസ്ഥാന ഘടകങ്ങൾ സൂക്ഷിക്കണം, പാലിക്കണം എന്ന് ഇസ്ലാം അതിശക്തമായി ആവശ്യപ്പെട്ടു. അതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത. അവയെ സംരക്ഷിക്കാൻ ഇസ്ലാമിക ശരീഅത്ത് മനുഷ്യൻ്റെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ മുമ്പിൽ നിൽക്കുന്നു. ഉദാഹരണം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മതമെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ഘടകമാണ്. ഇസ്ലാം വളരെ കൃത്യമായി മതം എന്താണെന്ന് പഠിപ്പിച്ചു, മതത്തിൻ്റെ സോഴ്സ് എന്താണെന്ന് പഠിപ്പിച്ചു, മതത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് പഠിപ്പിച്ചു. മതമെന്ന് പറയുന്നത് മനുഷ്യനെ ശുദ്ധീകരിക്കാനുള്ള പ്രക്രിയയാണ്.
മനുഷ്യനെ സംസ്കരിക്കാനുള്ള പ്രക്രിയയാണ് മതമെന്ന് പറയുന്നത്. അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് വഹിയാണ്. വഹിയിൻ്റെ അടിസ്ഥാനത്തിലുള്ള സോഴ്സിൽ നിന്ന് മാത്രമേ മതം സ്വീകരിക്കാവൂ. അതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് സുരക്ഷിതമായ ഒരു കോട്ടവും തട്ടാത്ത, ആർക്കും നശിപ്പിക്കാൻ പറ്റാത്ത വിശ്വാസമാണ്. അപ്പോൾ അതാണ് മതത്തിൻ്റെ കഥ. ഇനി നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് അവൻ്റെ ജീവൻ എന്ന് പറയുന്നത്. അത് പ്രധാനമാണ് ഇസ്ലാമിൽ. ജീവൻ പ്രധാനമാണ് ഇസ്ലാമിൽ. ജീവനെ നമുക്കാർക്കും നശിപ്പിക്കാൻ നിർവാഹമില്ല. ജീവൻ എന്നത് അള്ളാഹു നൽകിയതാണ്, അള്ളാഹുവിൻ്റെ ദാനമാണ് ജീവൻ. അതെടുക്കാൻ ഒരു മനുഷ്യന് അവകാശമില്ല. അതുകൊണ്ടാണ് വധം എന്ന് പറയുന്നത് അന്യായമായ രൂപത്തിലുള്ള കൊല ഇസ്ലാം ഹറാമാക്കിയത്. പറ്റില്ലെന്ന് പറഞ്ഞു. വലാ തഖ്തുലു നഫ്സല്ലതി ഹറമല്ലാഹ് ഇല്ലാ ബിൽ ഹഖ്. അല്ലാഹു പവിത്രമാക്കിയ ജീവനെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. എന്തിൻ്റെ പേരിലായാലും. മനുഷ്യനെങ്ങനെയാ ജീവൻ നശിപ്പിക്കുക? പറ്റില്ല. മനുഷ്യന് ചാവേറാകാൻ പറ്റില്ല. കാരണം ജീവൻ അവൻ സ്വയം നശിപ്പിക്കുകയാണ്, അതിനുള്ള അധികാരം അവനില്ല. മനുഷ്യന് ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല, കാരണം ജീവൻ നശിപ്പിക്കാനുള്ള അവകാശം അവനില്ല. മനുഷ്യന് ഒരാളെ ഒരു കത്തിയെടുത്ത് കുത്തിക്കൊല്ലാൻ പറ്റില്ല, കാരണം ജീവൻ നശിപ്പിക്കാനുള്ള അവകാശം അപരന് ഇല്ല. ഇതാണ് ഇസ്ലാം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ ഒരു അടിസ്ഥാനമായ മനുഷ്യൻ്റെ ഈ ഒരു അവകാശം സ്ഥാപിച്ചു കിട്ടാൻ വേണ്ടി ഖിസാസ് എന്ന ഒരു ശിക്ഷാ നടപടി ഇസ്ലാം കൊണ്ടുവന്നു. ഖിസാസ് എന്തിനാ? ഖിസാസ് ഉപദ്രവിക്കാനല്ല. ഖിസാസിനെ കുറിച്ച് പറയുന്നത് ഖുർആൻ, വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്. ബുദ്ധിയുള്ളവരെ നിങ്ങൾ ആലോചിക്കണം. ഖിസാസ് എന്ന ക്രിയയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ ജീവനാണ് എന്നാണ്. ജീവൻ അടിസ്ഥാന ഘടകമാണ്. ഇസ്ലാം അത് അംഗീകരിക്കുന്നു, അതിനെ ഇസ്ലാം വളർത്തുന്നു, അതിനെ ഇസ്ലാം ഒരിക്കലും നശിപ്പിക്കാതെ അത് സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ഇന്ന് നിൽക്കുന്നത് പോലെ ഈ അറഫയിൽ വെച്ച് പ്രസംഗിച്ചതിലെ വാചകം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇന്ന ദിമാഅക്കും വ അംവാലക്കും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമിക്കും ഹാദാ. റസൂലുള്ളാഹിന്റെ വാക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, പ്രസിദ്ധമാണ് ആ വാക്ക്. അതിൽ വളരെ കൃത്യമായി റസൂലുള്ള പഠിപ്പിച്ചു, രക്തമെന്ന് പറയുന്നത് പവിത്രമാണ്, ചിന്താൻ പറ്റൂല. ജീവൻ എന്ന് പറയുന്നത് പവിത്രമാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ അടിസ്ഥാന ഘടകമാണല്ലോ മനുഷ്യ ജീവിതത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത്. അതോ സമ്പത്ത് ഇസ്ലാമിൽ സുരക്ഷിതമായിരിക്കേണ്ട ഒന്നാണ്. ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് സമ്പത്ത്. ഇസ്ലാം അങ്ങനെയാണ് കണക്കാക്കിയിട്ടുള്ളത്. സമ്പത്ത് ആരാ നൽകുന്നത്? അള്ളാഹുവാണ് നൽകുന്നത്. ചിലർക്ക് നൽകും, ചിലർക്ക് നൽകാതിരിക്കും. അതൊരു കേവല പരീക്ഷണം മാത്രമാണെന്ന് നാം മനസ്സിലാക്കണം. ശരി, ആ അടിസ്ഥാനപരമായ സമ്പത്തിൻ്റെ സംരക്ഷണം ഇസ്ലാം ഉറപ്പുവരുത്തുന്നു. അതാണ് ഇസ്ലാമിൻ്റെ സവിശേഷത. ഒരാളുടെ സമ്പത്ത് അപഹരിച്ചുകൂടാ. അപഹരിക്കാതിരിക്കാൻ അപഹരിക്കുക എന്ന പ്രക്രിയ, കളവ് എന്നത് ഇസ്ലാം ഹറാമാക്കി. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അന്യായമായി മറ്റുള്ളവരുടെ സ്വത്ത് എടുത്തുകൂടാ, കവർന്നുകൂടാ, ഹറാമാക്കി ഇസ്ലാം. പറഞ്ഞു ഖുർആൻ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലൂ അംവാലകും ബൈനകും ബിൽബാതിൽ വഹഖ് തഅദി അൽ അംവാൽ ഇന്നല്ലദീന യഅകുലൂന അംവാലഹും ളുൽമ ഇന്നമാ യഅകുലൂന ഫീ ബുത്തൂനിഹിം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലൂ അംവാലകും ബൈനകും ബിൽബാതിൽ. അന്യായമായ രൂപത്തിൽ നിങ്ങൾ സ്വത്ത് ഭക്ഷിക്കരുത്, സ്വത്ത് തിന്നരുത്. വിശ്വാസികളെ, ഇസ്ലാം ആവശ്യപ്പെടുകയാണ് അത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, സ്വത്തിന് ഇസ്ലാം വലിയ പ്രാധാന്യം നൽകുന്നു. പാടില്ല അന്യായമായ സ്വത്ത് നിന്നത്. ഇന്നമാ യഅകുലൂന ഫീ ബുത്തൂനിഹിം നാറ. ഖുർആൻ പഠിപ്പിച്ചു, നിങ്ങളുടെ വയറുകളിൽ നിങ്ങൾ നിറക്കുന്നത് തീയാണ്, നരകത്തിൽ തീയാണെന്ന് പഠിപ്പിച്ചു. പാടില്ല. നോക്കൂ, നിങ്ങൾ കളവ് നടത്തുന്നതിന് കടുപ്പമുള്ള ശിക്ഷ ഏർപ്പെടുത്തി. കളവ് നടത്തിയവനാണെന്ന് പരസ്യമായി ജനങ്ങൾ കാണുന്ന രൂപത്തിലാണ് അതിൻ്റെ ശിക്ഷ. നമ്മൾ മനസ്സിലാക്കണം. കൈ മുറിക്കണം, കൈ മുറിച്ചാൽ പിന്നെ കൈ മുറിയനായി നടക്കുകയാണ്. അതൊക്കെ എന്തിനാ? സ്വത്തിൻ്റെ സംരക്ഷണമായിരുന്നു. അതുപോലെ തന്നെയാണ് അഭിമാനം. അടിസ്ഥാന ഘടകമാണ്, മനുഷ്യ ജീവിതത്തിൽ സംരക്ഷിക്കപ്പെടേണ്ട ഒന്നാണ്. ഇസ്ലാം ആ അഭിമാനത്തെ കണ്ടിട്ടുള്ളത് എത്ര വിശാലമാണെന്ന് ചിന്തിച്ചു നോക്കൂ. പലർക്കും ഇസ്ലാമിൻ്റെ ചില നിയമസംഹിതകളോട് വെറുപ്പാണ്. ഞാൻ ഉദാഹരണം പറയാം. അന്യപുരുഷന്മാർ തമ്മിലുള്ള ഇഴകിച്ചേരൽ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എന്തിനാണ് ഇസ്ലാം അത് ഹറാമാക്കിയിട്ടുള്ളത്, നിഷിദ്ധമാക്കിയിട്ടുള്ളത്?
എന്തിനാണ് നിഷിദ്ധമാക്കിയിട്ടുള്ളത്? നമ്മൾ ഓർക്കണം, അത് അഭിമാന സംരക്ഷണത്തിന് വേണ്ടിയാണ്. ഖുർആൻ പഠിപ്പിച്ചു ഖുല്ലിൽ മുഅ്മിനീന യഖുദ്ദു എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ അവൻ്റെ പുരുഷന്മാരോട് ആവശ്യപ്പെട്ടു അബ്സാറഹും, അവരുടെ കണ്ണുകൾ താഴ്ത്തണമെന്ന്. സ്ത്രീകളോട് ആവശ്യപ്പെട്ടു കണ്ണുകൾ താഴ്ത്തണമെന്ന്. ഇവിടെ എന്താ വിഷയം? എന്തിനാണത്? അഭിമാന സംരക്ഷണത്തിന് വേണ്ടിയാണ്. മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്വൈരവിഹാരമുണ്ടായാൽ അഭിമാനത്തിന് ക്ഷതം വരും. ആ ക്ഷതം സംഭവിച്ചുകൂടാ. അതിനു വേണ്ടിയാണ് അത് അല്ലാഹു തആല അങ്ങനെ നിശ്ചയിച്ചിട്ടുള്ളത്. അല്ലാതെ ഇസ്ലാമിൻ്റെ അപരിഷ്കൃതത്വമല്ല അത് എന്ന് നാം മനസ്സിലാക്കണം. ഒരു പരിധി നിശ്ചയിച്ചു, വളരെ കൃത്യമായ പരിധി. ആ പരിധിക്കപ്പുറം പോയി നിങ്ങൾക്ക് സ്ത്രീക്ക് പുരുഷനെയും പുരുഷന് സ്ത്രീയുടെയും സുഖം അനുഭവിക്കണമെങ്കിൽ അതിന് ഇസ്ലാം ഒരു നിയമം വെച്ചു. അതാണല്ലോ നിക്കാഹ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, വിവാഹം എന്നത് യഥാർത്ഥത്തിൽ രണ്ടടിസ്ഥാനകരമായ ആവശ്യങ്ങൾ, ലക്ഷ്യങ്ങൾ വിവാഹത്തിനുണ്ട്. ഒന്ന് സുഖം അനുഭവിക്കലാണ്. സ്ത്രീ പുരുഷ സുഖം അനുഭവിക്കണം, പുരുഷൻ സ്ത്രീ സുഖം അനുഭവിക്കണം, അവർ പരസ്പരം സുഖിക്കണം. രണ്ടാമത്തേത് തലമുറകളുടെ നിലനിൽപ്പാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അതോടൊപ്പം തന്നെ ഈ സുഖം എന്ന് പറയുന്നത് വ്യഭിചാരത്തിലൂടെയാണെങ്കിൽ അതിനെ ഹറാമാക്കി. എന്തുകൊണ്ടാണ്? അവിടെ അഭിമാന സംരക്ഷണമാണ് ലക്ഷ്യം. ഈ കുട്ടി ഏത് കുട്ടിയാ, ഇതിൻ്റെ വ്യാപാരാന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അത് ആ കുട്ടിയുടെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കും. അങ്ങനെയാണ് ഇസ്ലാം. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ഇസ്ലാം സമ്പൂർണ്ണമായ പ്രകൃതിയോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന പ്രകൃതി മതമാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ഇസ്ലാം ആവശ്യപ്പെടുന്നത് എന്തിനാ? ഇസ്ലാം ആവശ്യപ്പെടുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളെക്കുറിച്ച് ചിന്തിക്കാനാ. അന്ധവിശ്വാസമല്ല ഇസ്ലാം. വിശ്വാസം അടിസ്ഥാനപരമായി ചിന്തയിൽ നിന്നുണ്ടാകണമെന്നതാണ് ഇസ്ലാമിൻ്റെ സമർപ്പണം. ഇസ്ലാം സമൂഹത്തോട് പറയുന്നത് അതാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ നിരന്തരമായ ആയത്തുകളെയും ദൃഷ്ടാന്തങ്ങളെയും ചിന്തിക്കാൻ, അതിനെക്കുറിച്ച് ആലോചിക്കാൻ, ഗവേഷണം നടത്താൻ മനുഷ്യ സമൂഹത്തോട് ഖുർആൻ ആവശ്യപ്പെടുന്നത്. എങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിന് ദൃഢത വരുമെന്നാണ് ഖുർആൻ പറയുന്നത്. ഇസ്ലാം ചിന്തിച്ചു പോയാൽ പൊളിഞ്ഞു പോകുന്ന ഒരു തത്വസംഹിതയല്ല ഇസ്ലാം എന്ന് നാം മനസ്സിലാക്കണം. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ഇനി മനുഷ്യൻ്റെ സമ്പൂർണമായ ചിന്തക്ക് വിരുദ്ധമാകുന്നതിലേക്ക് ഇസ്ലാം തടഞ്ഞു. ഉദാഹരണമാണ് മനുഷ്യൻ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മുഖദ്ദറാത്തുകൾ, കള്ളും കഞ്ചാവും അതുപോലെയുള്ള മനുഷ്യനെ മയക്കുന്നതൊക്കെ ഇസ്ലാം ഹറാമാക്കി. എന്തിനാ ഹറാമാക്കി? അതൊന്നും കുടിച്ചും കുത്തിവെച്ചും അതൊക്കെ ഉപയോഗിച്ചും മനുഷ്യൻ അവൻ്റെ ബുദ്ധിയെ നശിപ്പിച്ചുകൂടാ. ബുദ്ധി നശിപ്പിക്കാനുള്ളതല്ല, ബുദ്ധി ചിന്തിക്കാനുള്ളതാണ്. ചിന്തിച്ച് അള്ളാഹുവിനെ കണ്ടെത്തണം അവൻ. അതിനുവേണ്ടിയാണ്. എന്തിന് കള്ള് ഹറാമാക്കി? എന്തായാലുള്ളത് അതൊരു പാനീയമല്ലേ? ഉണ്ട് അതിൽ. എന്തുണ്ട്? മനുഷ്യൻ കുറച്ച് സമയമെങ്കിലും അവൻ്റെ യഥാർത്ഥ ബുദ്ധി അവനില്ലാതെയാകും. അത് പാടില്ല. മനുഷ്യന് അള്ളാഹു നൽകിയ സമ്മാനമല്ലേ ബുദ്ധി. ആ ബുദ്ധി അങ്ങനെ നിലനിൽക്കണം. അതിനു വേണ്ടി തന്നെയാണ്. ഇനി നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ഇസ്ലാം നീതിയുടെ മതമാണ്, നന്മയുടെ മതമാണ്. നീതിക്ക് എത്രമാത്രം പ്രാധാന്യം നൽകിയെന്ന് ഇസ്ലാമിക ഭരണാധികാരികളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു തന്നെ പഠിപ്പിച്ചു, ഇന്നല്ലാഹ യഅ്മുറുക്കും ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നത് നീതിപൂർവമായിരിക്കണം നിങ്ങളുടെ ജീവിതമെന്നാണ്, ഭരണമെന്നാണ്, നന്മ ചെയ്യണം എന്നാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അയ്യുഹന്നാസ് ഇത്തഖുൽ ളുൽമ. നീതിയുടെ വിപരീതമല്ലേ അക്രമം, അനീതി? പാടില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അക്രമവും അനീതിയും ഖിയാമത്ത് നാളിൽ ആപത്തായി മാറും. ഖുർആൻ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, ആക്രമിക്കപ്പെടുന്നവനെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത്തഖി ദഅവത്തൽ മദ്ലൂം. ആക്രമിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥനയെ നിങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. എന്തിനാ? ആക്രമിക്കപ്പെട്ടവൻ വേദനിച്ചിട്ടുണ്ടാകും. ആ വേദനിക്കുന്നവൻ്റെ മനസ്സ് നമുക്കെതിരെ പ്രാർത്ഥനയായി വരാം. സംഭവിച്ചുകൂടാ ഇതൊന്നും എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ചുരുക്കത്തിൽ ഇസ്ലാം നീതിയുടെ മതമാണ്, നന്മയുടെ മതമാണ്. പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ് നീതിയും നന്മയും. എല്ലാവരും തേടുന്നതും ആഗ്രഹിക്കുന്നതും അന്വേഷിക്കുന്നതും അതാണല്ലോ. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇസ്ലാം സകലവിധ വർഗീയതകളെയും ഇസ്ലാം നിഷിദ്ധമാക്കി. ഒരു തരം വർഗീയതയും പാടില്ല. മതവർഗീയത മാത്രമല്ല, ജാതി വർഗീയത മാത്രമല്ല, കളറിലുള്ള വർഗം തിരിക്കൽ പറ്റില്ല. കളർ കൊണ്ട് ചുവന്നവനും കറുത്തവനും വെളുത്തവനും വ്യത്യാസവുമില്ല. ഭാഷയുടെ പേരിലുള്ള വേർതിരിവ് പാടില്ല. അറബിയോ അനറബിയോ തമ്മിലൊരു വ്യത്യാസവുമല്ല. പച്ചയായാണ് റസൂൽ പഠിപ്പിച്ചത്. നമ്മൾ മനസ്സിലാക്കണം.
വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു വേർതിരിവ്, കുലീനതയുടെ പേരിലുള്ള, തറവാടിത്തത്തിൻ്റെ പേരിലുള്ള വേർതിരിവ് പറ്റില്ല. എന്തുകൊണ്ട്? ഇസ്ലാം അടിസ്ഥാനപരമായി അഭിമാനത്തിൻ്റെ, നന്മയുടെ അടിസ്ഥാന ഘടകമായി നിശ്ചയിച്ചത് ഇതൊന്നുമല്ല, മറിച്ച് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അല്ലാഹുവിൻ്റെ അടുത്ത് ഏറ്റവും മാന്യന്മാരാരാ? അത് ഏറ്റവും കൂടുതൽ തഖ്വയുള്ളവരാണ്. തഖ്വയാണ് അപ്പോൾ അടിസ്ഥാന ഘടകം എന്ന് നാം മനസ്സിലാക്കണം. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ സഹോദരന്മാരെ, ഇസ്ലാം നന്മ കൽപ്പിക്കാൻ ആവശ്യപ്പെട്ടു, തിന്മ വിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്തിനാണത്? നന്മയുടെ വർധനവും തിന്മയുടെ ഉച്ചാരണവും സമൂഹത്തിൽ സംഭവിക്കണം. നന്മ വർദ്ധിക്കണം സമൂഹത്തിൽ. പ്രകൃതി തേടുന്നത് അതാണ്, മനുഷ്യന് തേടുന്നത് അതാണ്, മനുഷ്യന്റെ തേട്ടം അതാണ്. തിന്മകളില്ലാതാകണം. എല്ലാവർക്കും തിന്മകളോട് വിയോജിപ്പാണ്. മുസ്ലിം സൊസൈറ്റിയുടെ സവിശേഷത തന്നെ എന്നാ, കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ ആരാ? നിങ്ങൾ ഉത്തമ സമൂഹമാണ്. നിങ്ങളുടെ ഉത്തമം എന്നത് എപ്പോഴാ പൂർത്തിയാകുന്നത്? നന്മ കൽപ്പിക്കുമ്പോൾ, തിന്മ വിരോധിക്കുമ്പോൾ. അഥവാ നിങ്ങൾ ജീവിക്കുന്ന ഭൂമിയിൽ നന്മ വർദ്ധിക്കണം, തിന്മ ക്രമേണ ഗ്രാജുവലായി തിന്മ ഇല്ലാതാകണം. അതാണ് ആവശ്യപ്പെടുന്നത് ഇസ്ലാം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, പ്രകൃതിയുമായി ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന മതമായത് കൊണ്ടാണത്. പ്രകൃതിയുമായി ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന മതത്തിന് മാത്രമേ അങ്ങനെ സാധിക്കുകയുള്ളൂ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇസ്ലാം സമാധാനത്തെ ആഗ്രഹിക്കുന്നു, കുഴപ്പത്തെ ഇസ്ലാം നിരാകരിക്കുന്നു. കുഴപ്പമുണ്ടാക്കുന്നതിന് കടുപ്പമുള്ള ശിക്ഷയാണ് ഇസ്ലാമിക ശരീഅത്ത് നടപ്പാക്കുക. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എത്ര കടുപ്പമുള്ളതാണ് കുഴപ്പമുള്ളവർക്കുള്ള ശിക്ഷ. സമാധാനമാണ്. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം. അള്ളാഹു തന്നെ സമാധാനമാണ്. ഇസ്ലാം തന്നെ സമാധാനമാണ്. ആ സമാധാനമുണ്ടാക്കുന്ന എല്ലാറ്റിനെയും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു. സമാധാനത്തിന് വിരുദ്ധമായ ഫസാദ്, കുഴപ്പം, തോന്നിയാസം സമൂഹത്തിൽ ഉണ്ടാക്കുന്നതിനെ ഇസ്ലാം നിരാകരിക്കുകയും ചെയ്യുന്നു. നാം മനസ്സിലാക്കുക, ഇത് ഗൗരവമുള്ള ഒരു വിഷയമാണ്. നമ്മൾ ആലോചിക്കണം, ഇന്ന് ഇസ്ലാമിൻ്റെ പേരിൽ നാടുനീള കുഴപ്പങ്ങളാണ്, ഇസ്ലാമിൻ്റെ പേരിൽ നാടുനീള പ്രശ്നങ്ങളാണ്. ലോകത്ത് സമാധാനത്തോടു കൂടി ജീവിക്കുന്ന രാജ്യങ്ങളെയും സമൂഹങ്ങളെയും സംഘങ്ങളെയും അവരുടെ ഇടയിൽ ഭിന്നിപ്പും അസമാധാനവും ഉണ്ടാക്കാൻ ഒരു ചെറിയ വിഭാഗം ശ്രമിക്കുന്നു. അവർ പറയുന്നത് ഞങ്ങൾ മുസ്ലിങ്ങളാണെന്നാ, ഞങ്ങൾ ദീനാണ് നടപ്പാക്കണമെന്നാ. എന്ത് ദീനാത്? ദീനുസലാമ, സമാധാനത്തിൻ്റെ മതമാണ് ഇസ്ലാം. സമാധാനത്തിലൂടെ മാത്രമേ കാര്യങ്ങൾ നടക്കൂ. സമാധാനത്തിലൂടെ മാത്രമേ ഇസ്ലാമിക പ്രബോധനം നടക്കൂ. സമാധാനത്തിലൂടെ മാത്രമേ സുരക്ഷിതത്വമുള്ള ഒരു ജീവിതം ഉണ്ടാകൂ. അതുകൊണ്ട് ഇസ്ലാം അത് പഠിപ്പിക്കുന്നു, അങ്ങനെ ആയിരിക്കണം എന്ന് പഠിപ്പിക്കുന്നു. ഇനി നിങ്ങൾ നോക്കൂ, ഇസ്ലാമിക ശരീഅത്ത് പലപ്പോഴും പലരും വാളെടുക്കാറുള്ള വിഷയമാണ് ഇസ്ലാമിക ശരീഅത്ത്. ഇസ്ലാമിക ശരീഅത്ത് ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയല്ലോ, ഇങ്ങനെയാണ് പരിശുദ്ധ ഇസ്ലാമെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇസ്ലാമിക ശരീഅത്ത് ഇത് തന്നെയാണ്. ഇസ്ലാമിക ശരീഅത്ത് ഒരു കടുപ്പമുള്ള കാരാഗ്രഹമല്ല, നമ്മൾ അറിയണമത്. ഇസ്ലാമിക ശരീഅത്ത് വിശാലമായ തുറന്ന ഭൂമിയാണ്. അത് സമാധാനത്തിൻ്റെതാണ്, സന്തോഷത്തിൻ്റെതാണ്, എളുപ്പത്തിൻ്റെതാണ്, ലഘൂകരണത്തിൻ്റെതാണ്, മനുഷ്യന് സൗകര്യമുണ്ടാക്കാനാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇസ്ലാം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇസ്ലാം മുസ്ലിങ്ങളോട് അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. എന്തുകൊണ്ടാണ്? എത്ര ധൈര്യപൂർവ്വമാണ് ആവശ്യം, എത്ര ധൈര്യപൂർവ്വം ആവശ്യപ്പെടും. എന്തുകൊണ്ടാണ്? പ്രകൃതി മതമായതുകൊണ്ടാണ് അള്ളാഹുവിലേക്കാണ് ക്ഷണിക്കുന്നത്. കാരണം അത് പ്രകൃതിയുടെ കേന്ദ്രമാണ്. അവിടെ പുതിയതൊന്നുമില്ല, കൃത്രിമത്വമില്ല. പറയൂ നബിയെ, ഇതാണ് എൻ്റെ മാർഗം, ഈ മാർഗത്തിലേക്ക് വളരെ ദീർഘദൃഷ്ടിയോടുകൂടി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാനിതാ നിങ്ങളെ ക്ഷണിക്കുന്നു. ധൈര്യപൂർവ്വമാണ് പ്രസ്താവന. ക്ഷണിക്കാൻ വേണ്ടി ഖുർആൻ ആവശ്യപ്പെടുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കൂ എന്ന് ആവശ്യപ്പെടുന്നു. മനസ്സിലാക്കണം, ഒരു മനുഷ്യൻ അവന്റെ നാവ് കൊണ്ട് ഉച്ചരിക്കുന്ന വാക്കുകളിൽ ഏറ്റവും പ്രധാനമായത്, ഏറ്റവും നല്ലത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്കുള്ള ക്ഷണമാണെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഇവിടെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇത് ഏതെങ്കിലും രൂപത്തിൽ പട്ടിൽ പൊതിഞ്ഞൊരു സാധനമാണെങ്കിൽ ഇത് പൊളിക്കാൻ സമ്മതിക്കൂലല്ലോ, ഇത് പൊളിച്ചു നോക്കാൻ സമ്മതിക്കൂലല്ലോ. ആവശ്യപ്പെടുന്നു ഇതിലേക്ക് ക്ഷണിക്കാൻ, വരട്ടെ ആളുകൾ, മനസ്സിലാക്കട്ടെ. അതായിരുന്നു ഇസ്ലാം. പ്രവാചകന്മാർ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു, പ്രവാചകന്മാരുടെ അനുചരന്മാർ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു, ശേഷം വന്ന ഇമ്മത്തുകൾ ക്ഷണിച്ചു. ഇന്നും ഇസ്ലാമിക പ്രബോധനം തുടർന്നുകൊണ്ടിരിക്കുന്നു.
ഒരു വ്യത്യാസവുമില്ലാതെ ഇസ്ലാമിക പ്രബോധനം തുറന്നുകൊണ്ടിരിക്കുന്നു. അതിനൊരു വിഭാഗം സമൂഹത്തിൽ എപ്പോഴും ഉണ്ടാകും. ആരെയൊക്കെ ക്ഷണിച്ചു? എല്ലാവരെയും ക്ഷണിച്ചു. അന്ന് ആകാശമതത്തിന്റെ ആളുകളാണെന്ന് പറയുന്ന ക്രിസ്ത്യാനികളെ ക്ഷണിച്ചു, ആദ്യം ജൂതന്മാരെ ക്ഷണിച്ചു. ഖുൽ യാ അഹ്ലൽ കിതാബ് തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ്. ക്ഷണത്തിന്റെ രീതി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ ബഹളമല്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കലല്ല, അടിപിടി കൂടലല്ല, മറിച്ച് വളരെ കൃത്യമാണ് റസൂലുള്ള ക്രിസ്ത്യാനികളെ ക്ഷണിക്കണേ, വരൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ. നമ്മൾക്കും നിങ്ങൾക്കും യോജിക്കാവുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, നമുക്കതിലൊന്ന് യോജിച്ച് നിന്നുകൂടെ? ഏതാ പോയിന്റ്? ക്രിസ്ത്യാനിക്കും ജൂതനും മുസ്ലിമിനും യോജിക്കാവുന്ന പോയിന്റ് ഏതാ? അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന്. കാരണം ആകാശമതങ്ങളുടെ മുഴുവൻ അടിസ്ഥാന സിദ്ധാന്തം അതാണല്ലോ. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അതാണ് ഇസ്ലാം. ക്ഷണിച്ചാൽ തകർന്നു പോവില്ല, ആളുകൾ മനസ്സിലാക്കിയാൽ തകർന്നു പോവില്ല, ആളുകൾ അതിലേക്ക് വന്നാൽ ഇസ്ലാമിന് നാശം സംഭവിക്കുകയില്ല. ക്രിസ്ത്യാനികളോ ജൂതന്മാരോ ആര് തന്നെ വന്നാൽ പോലും അതാണ് ഇസ്ലാമിൻ്റെ അവസ്ഥ എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെട്ടു, ജനങ്ങളിലേക്ക് മുസ്ലിങ്ങളല്ലാത്തവർക്ക് പോലും നന്മ ചെയ്യണം എന്ന്. ഖുർആന്റെ നിർദ്ദേശമല്ലേ അത്? നിങ്ങളുടെ രാജ്യത്ത് നിന്ന് പുറത്താക്കാത്തവരോട്, നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ ബഹിഷ്കരിക്കാത്തവരോട് അവർക്ക് നിങ്ങൾ നന്മ ചെയ്യണമെന്ന് ഖുർആൻ പഠിപ്പിച്ചില്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇസ്ലാമിന് എത്ര സന്തോഷത്തോടു കൂടി അത് പറയാൻ സാധിക്കും. ഇതാണ് ഇസ്ലാം. ഇസ്ലാമിനെ ഏതെങ്കിലും തീവ്രവാദികളോ ഭീകരവാദികളോ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തന ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിനെ വിലയിരുത്തരുത്. ഇസ്ലാം ഒരു മനുഷ്യന്റെയും രക്തത്തിന് ദാഹിക്കുന്ന മതമല്ല. ഇസ്ലാം ഒരാളുടെയും രക്തത്തെ അന്യായമായി ചിന്താൻ ആഗ്രഹിക്കുന്നില്ല. ഇസ്ലാം ആരുടെയും അഭിമാനത്തെ ക്ഷതപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇസ്ലാം ആരുടെയും അവകാശത്തെ പിടിച്ചു പറിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതൊന്നും ഇസ്ലാമിൻ്റെ രീതിയല്ല. കാരണം ഇത് പ്രകൃതി മതമാണ്. എൻ്റെ പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്ന ലോക മുസ്ലിങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, നമുക്കൊക്കെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഉത്തരവാദിത്തം നിശ്ചയിച്ചു തന്നു. എല്ലാ സൃഷ്ടികൾക്കും കൊടുത്തു. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാധ്യതകൾ എണ്ണി പറഞ്ഞു. ഓരോരുത്തരുടെയും ബാധ്യത. ആരും ബാധ്യതകളിൽ നിന്ന് മുക്തമല്ല. ഒരു മുസ്ലിമായ മനുഷ്യനാണോ അവൻ അവൻ്റെതായ മണ്ഡലത്തിൽ അവൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. അവൻ നിർവഹിച്ചേ തീരൂ. പ്രിയപ്പെട്ട മുസ്ലിം സമുദായമേ, നമുക്കറിയാം കടുപ്പമുള്ള ഫിത്തനകൾ ഇസ്ലാമിൻ്റെ പേരിൽ ലോകത്താകമാനം നടന്നുകൊണ്ടിരിക്കുന്നു. നാം ഗൗരവത്തിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കണം. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഇസ്ലാമിനെ തകർക്കാൻ ഒരു സമൂഹം പ്രവർത്തിക്കുന്നുണ്ട്, സംശയമില്ല. പലപ്പോഴും നാം ചിന്തിക്കേണ്ടത്, നാം ചെയ്ത നമ്മുടെ തെറ്റുകൾ കാരണമായി അള്ളാഹു നമ്മുടെ മേൽ ശത്രുക്കൾക്ക് ആധിപത്യം നൽകിയതാണ് എന്ന് പോലും നാം സംശയിച്ചു പോകണം. നാം അങ്ങനെ ചിന്തിക്കണം. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. ശത്രുക്കൾ നമ്മെ വന്ന് ശക്തമായി ആക്രമിക്കുമ്പോൾ, നാം വേവരാതിയോടുകൂടി അള്ളാഹുവിന് കൈ ഉയർത്തുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് തിരിഞ്ഞു നോക്കണം. എൻ്റെ അടുത്ത് വല്ല അബദ്ധവുമുണ്ടോ? നമ്മുടെ അടുത്ത് തെറ്റുകളുണ്ടെങ്കിൽ, അബദ്ധങ്ങളുണ്ടെങ്കിൽ അവയിൽ നിന്ന് പശ്ചാത്തപിക്കാൻ നാം സന്നദ്ധരല്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നാം ഓർക്കണം, അള്ളാഹു ശത്രുക്കളെ കൊണ്ട് നമ്മളെ അടക്കി ഭരിക്കും. അതതിൻ്റെ സ്വഭാവമാണ്. നാം ശ്രദ്ധിക്കണം. നമ്മുടെ ദുനൂബുകൾ, നമ്മുടെ തെറ്റുകൾ കാരണമാകും. നാം ശ്രദ്ധിക്കണം അത്. അതോടൊപ്പം തന്നെ ഇസ്ലാമിൻ്റെ പേരിൽ ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന, ഇസ്ലാമിൻ്റെ പേരിൽ ജനങ്ങളെ അന്യായമായി ആക്രമിക്കുന്ന, ബോംബിട്ട് കൊല്ലുന്ന, ചാവേർ ബോംബുകളാകുന്ന, അനാവശ്യമായ രൂപത്തിൽ ഫിത്നകൾ, ഫസാദുകൾ ഉണ്ടാക്കുന്ന, മുസ്ലിം സൊസൈറ്റിയുടെ ഐക്യത്തെ ശിഥിലപ്പെടുത്തുന്ന ആളുകളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. നാം ശ്രദ്ധിക്കണം. നമുക്ക് ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. നാം മടങ്ങേണ്ടത് കിതാബിലേക്കും സുന്നത്തിലേക്കുമാണ്. കിതാബിലേക്കും സുന്നത്തിലേക്കും മടങ്ങിയെങ്കിൽ മാത്രമേ നാം രക്ഷപ്പെടുകയുള്ളൂ. പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം കേൾക്കുന്ന ലോക മുസ്ലിം നേതാക്കളെ, ഇസ്ലാമിക ലോകത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. നിങ്ങളുടെ വിഷയത്തിൽ, നിങ്ങളുടെ ജനതയുടെ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം. നിങ്ങളുടെ രാജ്യത്തെയും പ്രദേശത്തിൻ്റെയും വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം. സർവോപരി ദീനിൻ്റെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഈ ദീനാണ് നിങ്ങളുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം. പ്രിയപ്പെട്ട ലോക മുസ്ലിം നേതാക്കളെ, മനസ്സിലാക്കുക, അള്ളാഹു നിങ്ങളെയൊക്കെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിങ്ങൾ നിർവഹിക്കണം. അള്ളാഹുവിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ നിങ്ങൾ തയ്യാറെടുത്തുകൊള്ളുക. അള്ളാഹു ചോദിക്കുമെന്നുറപ്പാണ്.
നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്, നിങ്ങൾ പരിശ്രമിക്കേണ്ടത് നിങ്ങളുടെ ദീന് കൊണ്ടായിരിക്കണം. ആ ദീൻ നിങ്ങളെ പഠിപ്പിച്ച സ്വഭാവ ഗുണങ്ങളെ കൊണ്ടായിരിക്കണം. അപ്പോൾ മാത്രമേ ഈ ദീൻ സമൂഹത്തിലെത്തുകയുള്ളൂ. നിങ്ങൾ കാരണമായി ഈ ദീനിന് അന്തസ്സുണ്ടാകണം, അഭിമാനമുണ്ടാകണം, യശസ്സുണ്ടാകണം. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ ബർക്കത്തുണ്ടാവുകയുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം. ലോക മുസ്ലിം നേതാക്കളെ നിങ്ങൾക്കറിയണം, നിങ്ങളറിയണം, നിങ്ങളുടെ ദീനിനെ കൊത്തിവലിക്കാൻ ആളുകൾ തയ്യാറായി നിൽക്കുന്നുണ്ടല്ലോ, കൊത്തിവലിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ വിശ്വാസത്തെ, നിങ്ങളുടെ അഖീദയെ നശിപ്പിക്കാൻ സകല ഭാഗത്തും ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ലോക മുസ്ലിം ജനതയെ നശിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടല്ലോ. ലോക മുസ്ലിം ശക്തിയെ ക്ഷയിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടല്ലോ. നാം മറന്നു പോകരുത്, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ലോകമാകെ പരന്നു കിടക്കുകയാണ്. ഒരു കാര്യം മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ദീനിൻ്റെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. മുസ്ലിം ലോകത്തെ മുഴുവൻ നേതാക്കളും ഒന്നിക്കണം, പരസ്പരം സഹായിക്കണം, സഹകരിക്കണം. സത്യസന്ധമായ രൂപത്തിലുള്ള സഹായം അവർ പരസ്പരം കൈമാറണം. എങ്കിൽ മാത്രമേ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും രക്ഷയുണ്ടാവുകയുള്ളൂ. അതാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്. നാം മനസ്സിലാക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ സുഹൃത്തുക്കളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരാളുടെ മേൽ ബോംബിട്ട് നമ്മൾക്ക് കൊന്നുകൂടാ, അയാൾക്കെതിരിൽ നമുക്ക് വാളോങ്ങിക്കൂടാ, അയാൾക്കെതിരിൽ നമുക്ക് യുദ്ധം ചെയ്തുകൂടാ, പാടില്ലാത്തതാണത്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഉസാമയുടെ സംഭവം? ഉസാമ ഒരു യുദ്ധത്തിൽ ഒരാളെ വധിക്കുകയാണ്. ഉസാമയുടെ വാളിൻ്റെ അടുത്തെത്തുമ്പോൾ അയാൾ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നിട്ടും ഉസാമ അയാളെ വെട്ടിക്കൊന്നു. റസൂലുള്ളാഹിയുടെ മുഖം ചുവന്നു. റസൂലുള്ള ചോദിച്ചു, അഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ ഉസാമ? ഉസാമ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ശേഷമാണോ നീ അവനെ കൊന്നത് എന്ന്? ഉസാമ പറഞ്ഞു, അതെ, പക്ഷേ അവൻ്റെ വാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതായിരുന്നു എന്നാണ് ഉസാമ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ച ചോദ്യം ഈ മനുഷ്യന്മാരുടെ മനസ്സുകളിൽ കൊള്ളണം. റസൂലുള്ള ചോദിച്ചു, അശഖഖത ഖൽബഹു അല്ലയ ഉസാമ? അവൻ്റെ മനസ്സ് നീ കീറി മുറിച്ചു നോക്കിയോ ആ സമയത്ത്? നമ്മളറിയണം സഹോദരന്മാരെ, നമ്മളറിയണം, നാം പരസ്പരം ഭിന്നിക്കേണ്ടവരാ, കൊല്ലേണ്ടവരല്ല. നിങ്ങൾക്ക് ഓർമ്മയില്ലേ റസൂലുള്ളാഹിയുടെ സംസാരം ഉസാമ എന്തുമാത്രം പ്രയാസപ്പെടുത്തിയെന്ന്? ഉസാമ പറഞ്ഞു, അതിനു മുമ്പ് ഞാൻ മുസ്ലിം ആയിട്ടില്ലെങ്കിൽ എന്ന് പോലും ഞാൻ വിചാരിച്ചു പോയി. അത്രമാത്രം റസൂലുള്ളാഹി ഈ വിഷയത്തിൽ ഗൗരവം കണ്ടു എന്ന് നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ട ലോക സമൂഹമേ, നിങ്ങൾ അറിയുക, ഇസ്ലാം ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് നിരപരാധിയാണ് കേട്ടോ. ഇസ്ലാം ആരെയും അനാവശ്യമായി ആക്രമിക്കുകയില്ല. ഇവരുടെ ചിന്തകൾ ഇസ്ലാമികമല്ല കേട്ടോ. ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോയ ചിന്തകളാണ് ഇവരുടെ പക്കലുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള കുഴപ്പം ഇസ്ലാമിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ ഇവർ നടത്തുന്നത്. ഇതും ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ആധികാരികമായി ഇവിടെ വെച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട മുസ്ലിം സമൂഹത്തിലെ പോലീസുകാരെ, പട്ടാളക്കാരെ, മുസ്ലിം സമൂഹത്തിൻ്റെ സെക്യൂരിറ്റി നിയന്ത്രിക്കുന്ന ആളുകളെ, ഓഫീസർമാരെ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് ബാധ്യത കൂടുകയാണ്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. നിങ്ങളുടെ പ്രവർത്തനം വലിയ ബാധ്യതയാണ്. നിങ്ങൾക്കറിയാം, അത് മഹാപ്രവർത്തനമാണ്. നിങ്ങൾ പ്രവർത്തനം കേവലം മന്ത്രിമാരുടെയോ ഗവൺമെന്റിന്റെയോ ശമ്പളത്തിന് വേണ്ടിയാകരുത്. വഹ്തസിബു ഇൻദല്ലാഹി സവാബ. നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്ത് പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് നൽകൂ. പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, ഇൽമിൻ്റെ ആളുകളെ, പ്രബോധകന്മാരെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. നിങ്ങളുടെ മുഴുവൻ വിഷയങ്ങളിലും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇസ്ലാമിൻ്റെ മുഖം വികൃതമാക്കാനുള്ള ശക്തമായ ശ്രമം നടക്കുന്നു. പണ്ഡിതന്മാരെ, നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. പ്രബോധകന്മാരെ, നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഇസ്ലാമിൻ്റെ മുഖം വികൃതമാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം ആളുകളുടെ ചിന്തകൾ ശരിയല്ലെന്ന് പറയാൻ, ആ ചിന്തകൾ സമൂഹ മധ്യത്തിൽ തുറന്നു കാണിക്കാൻ, അവരുടെ അബദ്ധങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ, അവർ ചെയ്യുന്ന അബദ്ധങ്ങൾ ഇസ്ലാമികമല്ല എന്ന് സമൂഹത്തോട് പറയാൻ, കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ കാര്യം നിങ്ങൾ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങളുടെ ബാധ്യതയാണ്. കാരണം ഇസ്ലാം സത്യമാണ്. സത്യസന്ധമായ ഒരു മതത്തിന് ഒരിക്കലും രഹസ്യമായ കാര്യം ചെയ്യേണ്ടതില്ല. സത്യസന്ധമായ മതത്തിന് ഒരിക്കലും ഒരാളെയും വഞ്ചനയിൽ കൊല്ലേണ്ടതില്ല.
വഞ്ചിച്ച് നശിപ്പിക്കേണ്ടതില്ല, കളവ് പറഞ്ഞ് ദീൻ പ്രചരിപ്പിക്കേണ്ടതില്ല. ഇതൊന്നും ഇസ്ലാമിന് ആവശ്യമില്ല. കാരണം ഇസ്ലാം സത്യമതമാണ്. ഇസ്ലാം എന്ന സത്യം വന്നാൽ ഇസ്ലാം അല്ലാത്ത മുഴുവൻ ബാത്തിലുകളും തകർന്നു പോകും. ബാത്തിലുകൾ മുഴുവൻ തകർന്നു പോകേണ്ടത് തന്നെയാണെന്ന് നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ട മുസ്ലിം ലോകമേ അറിയുക, മുസ്ലിമിൻ്റെ സ്വഭാവമാണ് സ്നേഹമെന്ന് പറയുന്നത്. മുസ്ലിമിൻ്റെ സ്വഭാവങ്ങളിൽ ഉന്നതമായാണ് അവർ പരസ്പരം സ്നേഹിക്കണം, പരസ്പരം മുസ്ലിങ്ങൾക്ക് നന്മ ആഗ്രഹിക്കണം. എന്നിട്ട് മുസ്ലിങ്ങൾ പരസ്പരം ദുആ ചെയ്യണം. സ്നേഹിച്ചാൽ പോരാ, നന്മ ആഗ്രഹിച്ചാൽ പോരാ, ദുആ ചെയ്യണം. വല്ലദീന ജാഉ മിൻ ബഅദിഹിം യഖൂലൂൻ റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജഅൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. അവിടെ പ്രാർത്ഥനയാണ്. ലോക മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം, മുസ്ലിമീങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രാർത്ഥനയാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി നാം ദുആ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ അവരെ സ്നേഹിക്കണം, അവരെ നാം ഇഷ്ടപ്പെടണം, അവർക്ക് നന്മ ആഗ്രഹിക്കണം, അവർക്ക് തിന്മ വരരുത് എന്ന് നാം കൊതിക്കണം. ഒരു മുസ്ലിമായ എൻ്റെ സഹോദരൻ ഏതെങ്കിലും രൂപത്തിലുള്ള ഉപദ്രവങ്ങൾ വരാൻ നാം ആഗ്രഹിച്ചുകൂടാ. ഇതായിരിക്കണം നമ്മുടെ സ്വഭാവം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹാബത്തിനെ നാം സ്നേഹിക്കണം. സഹാബത്തിനെ സ്നേഹിക്കാത്തവൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരല്ല. ഇന്നൊരു ചിലർ സഹാബത്തിനെതിരെ തെറി പറയുന്നു, സഹാബത്തിനെതിരെ മറ്റു പലതും പ്രചരിപ്പിക്കുന്നു, സഹാബത്തിനെ കുറിച്ച് ചീത്ത ചിന്തകൾ ഉണ്ടാക്കാവുന്ന കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു, അത്തരത്തിലുള്ള ചരിത്രങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. ഇതൊക്കെ അബദ്ധമാണ്. ഇതൊന്നും ഒരിക്കലും നാം ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇസ്ലാമിലെ പണ്ഡിതന്മാരെയും ഫുഖഹാക്കളെയും അഇമ്മത്തുകളെയും നിങ്ങൾ ബഹുമാനിക്കണം, ആദരിക്കണം. ഇത് ലോക മുസ്ലിങ്ങളോടുള്ള എൻ്റെ വസിയ്യത്താണ്. നിങ്ങൾ ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളല്ല ചെയ്യേണ്ടത്, ഇസ്ലാമിന് അഭിമാനമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. അള്ളാഹുവിൻ്റെ ഈ ഗേഹത്തിലേക്ക് വിരുന്ന് വന്നിട്ടുള്ള ഹാജിമാരെ, അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന് നിങ്ങൾ അവന് നന്ദി കാണിക്കുക. ലോകത്തൊരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നു ഹജ്ജ് ചെയ്യാൻ, പക്ഷെ സാധിക്കുന്നില്ല. നിങ്ങൾക്ക് അള്ളാഹു തൗഫീഖ് നൽകി. അതിന് നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കുക. നിങ്ങൾ സുരക്ഷിതരായി ഇവിടെ എത്തിയിരിക്കുന്നു. ഇനി നിങ്ങളുടെ ബാധ്യത റസൂലിൻ്റെ സുന്നത്തനുസരിച്ച് മനാസിക്കുകൾ, ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യുക എന്നതാണ്. ഖുദു അന്നി മനാസിക്കക്കും. നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യേണ്ടത് റസൂലുള്ളാഹിയുടെ സുന്നത്തനുസരിച്ചായിരിക്കണം. ഇഷ്ടമുള്ള രൂപത്തിൽ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കൂല. അള്ളാഹു സ്വീകരിക്കുന്ന രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചെയ്ത രീതിയാണ്. ആ രൂപത്തിൽ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഭൂമിയിൽ വന്ന് നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്. തിക്കും തിരക്കും കൂട്ടി ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കരുത്, പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കരുത്. നിങ്ങൾക്കറിയാം സൗദി ഭരണാധികാരികളെക്കുറിച്ച്. സൗദി ഭരണാധികാരികളെന്ന് പറഞ്ഞാൽ ഹാജിമാർക്ക് വേണ്ടി സേവനം ചെയ്യുന്നവരാണ്. ഹാജിമാർക്ക് വേണ്ടി സേവനം ചെയ്യാൻ അവരുടെ എല്ലാ ശ്രമങ്ങളും നടത്തുന്നവരാണ്. സൗദി ഭരണാധികാരികളും ഞങ്ങളും മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രവർത്തനം ഇതാണ് എന്നാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അതിന് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾക്ക് തന്നെ അനുഭവമുണ്ടാകും. മുമ്പ് ഹജ്ജിന് വന്നവരോട് നിങ്ങൾ ചോദിച്ചു നോക്കണം, എന്തുമാത്രം സൗകര്യങ്ങളാണ്, വിശാലതകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന്. ജംറകൾ വികസിച്ചില്ലേ? മതാഫുകളിൽ ഇപ്പോൾ വികസനം നടന്നുകൊണ്ടിരിക്കുന്നു, നിരന്തരമായ വികസനം. സഊദ് രാജവംശത്തിൻ്റെ മഹത്തായ പ്രവർത്തനമാണ്. അള്ളാഹു അവർക്ക് ഇനിയും കൂടുതൽ നന്മകൾ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട ഹാജിമാരെ, നിങ്ങളിപ്പോൾ ബർക്കത്തുള്ള ഒരു ദിവസത്തിലാണ്. ഒരുപാട് ബർക്കത്തുകൾ. വെള്ളിയാഴ്ചയാണ് ഇന്ന്. വെള്ളിയാഴ്ചയുടെ ബർക്കത്തുണ്ട്. അതോടൊപ്പം നിങ്ങൾ അറഫയിലാണ്, അറഫയുടെ ബർക്കത്തുണ്ട്. രണ്ട് ഫളലുകൾ അള്ളാഹു ഒരുമിച്ച് ചേർത്തിരിക്കുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾക്കറിയാം ഉത്തരം കിട്ടുന്ന ഒരു സമയമുണ്ട്. അറഫയാകട്ടെ മുഴുവനും ഉത്തരം കിട്ടുന്ന സ്ഥലവുമാണ്. ഉപയോഗപ്പെടുത്തണം നിങ്ങളത്. വെള്ളിയാഴ്ച ദിവസം ഉത്തരം കിട്ടുന്ന സമയമുള്ള ദിവസം, ഉത്തരം കിട്ടുന്ന സ്ഥലത്ത് നിങ്ങളെത്തി എന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണ്. അള്ളാഹു നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കുമാറാകട്ടെ. ഹാജിമാരെ, ഹജ്ജ് കർമ്മങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. മഗ്രിബ് വരെ നിങ്ങൾ ഇവിടെ നിൽക്കണം. ഇവിടെ നിന്ന് നിങ്ങൾ മുസ്ദലിഫയിലേക്ക് മഗ്രിബിന് ശേഷം പോകണം. അവിടെ നിങ്ങൾ രാപ്പാർക്കണം. തുടർന്നങ്ങോട്ട് പിറ്റേ ദിവസം നിങ്ങൾ ജംറകളിൽ കല്ലെറിയണം. നിങ്ങൾ അറവ് നടത്തണം. നിങ്ങളുടെ മുടി കളയണം. തവാഫും സഅയും ചെയ്യണം. ഒരുപാട് ഹജ്ജിൻ്റെ ഈ കർമ്മങ്ങളൊക്കെ നിങ്ങൾക്ക് നിർവഹിക്കാനുണ്ട്. അള്ളാഹു ഈ കർമ്മങ്ങൾ മുഴുവൻ മഖബൂലായ രൂപത്തിൽ നിർവഹിക്കാൻ നിങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തുകൾക്ക് നാം ശുക്ർ ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാ സമയത്തും അള്ളാഹുവിനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. ആദ്യമായി നാം നന്ദി പറയേണ്ടത് അള്ളാഹുവിനാണ്.
ഈ തരം അനുഗ്രഹം, വിശാലത, സൗകര്യം, കാലാവസ്ഥ എല്ലാം അനുകൂലം, സമൂഹം അനുകൂലം, ഭരണകൂടം അനുകൂലം, സൗകര്യങ്ങളേറെ. അള്ളാഹുവിന് നന്ദി പറയുക. രണ്ടാമതായി ഇവിടുത്തെ ഭരണകൂടത്തോട്, പ്രത്യേകിച്ചും ഖാദിമുൽ ഹറമൈനി ഷരീഫൈനിയോടും അദ്ദേഹത്തിൻ്റെ വലിയുൽ അഹദിനോടും നമുക്ക് നന്ദി പറയാനുണ്ട്. ഒരുപാട് പ്രവർത്തനങ്ങളാണ് അവർ ഹാജിമാരുടെ സൗകര്യത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. പ്രിയപ്പെട്ട ഹാജിമാരെ, നിങ്ങൾ ദുആ വർദ്ധിപ്പിക്കുക. അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുക. ആ ദുആ നിങ്ങൾ വർദ്ധിപ്പിക്കുക. അള്ളാഹു ഖരീബും മുജീബുമാണ്. നിങ്ങളുടെ അടുത്തുണ്ട്. അവൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. അള്ളാഹുവിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുദ്സിയായ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. എൻ്റെ അടിമ എന്നോട് പ്രാർത്ഥിക്കട്ടെ, അവന് ആകാശത്തോളം തെറ്റുകളുണ്ടെങ്കിൽ പോലും ആ തെറ്റുകൾ പുറത്തു കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്നാണ് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പാപമംഗലമായ ജീവിതത്തെ ഇവിടെ നിന്ന് നിങ്ങൾ വിശുദ്ധരാക്കി ആയിരിക്കണം നിങ്ങൾ നാട്ടിലേക്ക് പോകേണ്ടത്. പ്രിയപ്പെട്ട ഹാജിമാരെ, നാട്ടിലെത്തുന്നതോടുകൂടി നിങ്ങളുടെ ബാധ്യത വർദ്ധിക്കുകയാണ്. ഈ ഹജ്ജ് ചെയ്തതനുസരിച്ച് നിഷ്കളങ്കമായ കുഞ്ഞിനെപ്പോലെ സ്വർഗത്തിൻ്റെ ഉടമയായി നിങ്ങളുടെ നാട്ടിലേക്ക് പോകുമ്പോൾ ആ സ്വർഗം നഷ്ടപ്പെടുത്താതെ ജീവിക്കാൻ നിങ്ങൾ പരിശ്രമിക്കണം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തണം. അതിനുവേണ്ടിയുള്ള നിയ്യത്തുമായിട്ടായിരിക്കണം നിങ്ങൾ ഇവിടുന്ന് പോകേണ്ടത്. അള്ളാഹു നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സന്തോഷവുമുള്ള സ്വീകാര്യയോഗ്യമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ലോക മുസ്ലിങ്ങൾക്ക് അള്ളാഹു സമാധാനവും ശാന്തിയും നൽകുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.